കുറച്ച് ദിവസങ്ങളായിട്ടുള്ള വലിയൊരു വിവാദമാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെയുള്ള വാർത്തകളുടെ സോഷ്യൽ മീഡിയ കാർഡുകൾ ചില ന്യൂസ് ചാനലുകളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നു. അത് മെറ്റ നീക്കം ചെയ്തു. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഇടപെടൽ മൂലമാണ് അത് നീക്കം ചെയ്തു എന്നായിരുന്നു ആ വിവാദം. എന്തായാലും ഇപ്പോൾ ആ കാർഡുകൾ റിപ്പോർട്ടർ ചാനലിൽ നിന്നും അപ്രത്യക്ഷമായ 30 കാർഡുകളിൽ 13 മെറ്റ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ ചാനൽ മെറ്റയ്ക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് ഇതിപ്പോൾ പുനഃസ്ഥാപിച്ചത്. അതോടൊപ്പം തന്നെ കേരള പോലീസ് സൈബർ സെല്ല് കൂടിയിട്ട് മെറ്റയോട് ഇതിൽ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഇതിൽ സംഭവിച്ചതെന്നുള്ളത്. നമുക്കറിയാം, ഇതിൽ പ്രതിപക്ഷം അടക്കം ഉയർത്തിയ ആരോപണങ്ങൾ, ഇതിൽ മുഖ്യമന്ത്രിക്കെതിരെ വരുന്ന വിമർശനങ്ങൾ അല്ല, അത്തരത്തിലുള്ള വാർത്തകളുടെ കാർഡുകളാണ് മുങ്ങുന്നത് എന്നായിരുന്നു. അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഇടപെടലുണ്ടെന്നും പ്രതിപക്ഷം അടക്കം ആരോപിച്ചിരുന്നു. അതേസമയം മുഖ്യമന്ത്രിയെ എതിർക്കുന്ന വാർത്തകൾ മാത്രമല്ല, മറ്റു വാർത്തകളുടെ കാർഡുകൾ കൂടിയിട്ടൊക്കെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് പോയിരുന്നു. മുഖ്യമന്ത്രിയെ അനുകൂലിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അഭിജിത് ദീപ്കയുടെ അടക്കമുള്ള വാർത്തകളുടെ കാർഡുകൾ കൂടിയിട്ട് പോയിരുന്നു. ഇതിൽ മെറ്റയ്ക്ക് പറ്റിയ സാങ്കേതിക പിഴവാണോ അതോ ശരിക്കും യഥാർത്ഥത്തിൽ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? ഇതാണ് പരിശോധിക്കുന്നത്. ജിമ്മി, ഇത് ഒരു സാങ്കേതിക പിഴവായിട്ട് മാത്രം നമ്മൾ കാണേണ്ടതാണോ? ഇപ്പോൾ അതിൽ കൊടുത്ത കാർഡുകൾ റിപ്പോർട്ടർ ചാനലാണ് പ്രധാനമായിട്ടും അവരെ 30ലേറെ കാർഡുകൾ പോയിരുന്നു എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ന്യൂസ് മലയാളം, കൈരളി, മറ്റ് ചില സോഷ്യൽ മീഡിയ പേജുകളുടെ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ 13 കാർഡുകൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. സതീശൻ പറയുന്നുണ്ട്, അത്തരത്തിൽ ഞാനൊരു ഇടപെടലും നടത്തിയിട്ടില്ല, നിങ്ങൾ പരാതി കൊടുക്കും, നിങ്ങൾക്കിപ്പോൾ ഞാനും ഉണ്ടാവുമെന്ന് പറയുന്നു. ഇപ്പോൾ പരാതി കൊടുക്കുന്നു, കാർഡുകൾ പുനഃസ്ഥാപിക്കുന്നു. ഈ സാങ്കേതിക പിഴവെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനെ തള്ളിക്കളയാൻ പറ്റും? ശേഷം അത് വലിയൊരു മിസ്റ്ററി ആയിട്ട് തന്നെ തുടരുകയാണ്. നമ്മൾ ഇന്നലെ ഈ വിഷയം സംസാരിച്ചതാണ്. സത്യത്തിൽ ഇത് എങ്ങനെ അപ്രത്യക്ഷമായി? ഇപ്പോൾ ഇന്നായപ്പോഴേക്കും ഈ കാർഡുകൾ തിരിച്ചു വന്നിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് ഇങ്ങനെ ആയിരിക്കാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചില വിശ്വാസികൾ തർക്കമുണ്ട്. ദൈവമുണ്ട്, പിന്നെ ദൈവം എന്തിനാണ് ഈ ഭൂമിയിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? തിരിച്ചൊരു കൗണ്ടർ ലോജിക്ക് നമ്മൾ വർക്ക് ചെയ്യുക. ഈ ലോകത്ത് ഇത്രയും അസമത്വമുണ്ട്, അതെന്തുകൊണ്ടായിരിക്കും? അപ്പോൾ പറയുന്നത് ദൈവമുണ്ട്, അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന് ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ തിരിച്ചൊരു കൗണ്ടർ സാധനം വയ്ക്കുക. അതായത് ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുക എന്ന് പറഞ്ഞ പോലെയാണ്. അങ്ങനെ ഒരു തീർപ്പിന് സമയമായിട്ടില്ല, വലിയ പാടുമാണ്. മെറ്റയും അതുപോലെയുള്ള അമേരിക്കയിലേക്ക് ഇരിക്കുന്ന സോഷ്യൽ മീഡിയ ജയൻറ്റുകൾ എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഊഹങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് രാവിലെ ഈ കാർഡുകളൊക്കെ തിരിച്ചു വരുമ്പോൾ ഇന്നും ഈ സ്ഥാപനങ്ങളിലെ ആളുകളുടെ കാർഡ് പോയി. അതായത് 4-5 ദിവസം മുമ്പ് 10-30 കാർഡുകൾ അപ്രത്യക്ഷമായി. ഇന്ന് രാവിലെ ആയപ്പോൾ 13 കാർഡുകൾ തിരിച്ചു കിട്ടി. ഇന്ന് അവർ പോസ്റ്റ് ചെയ്ത 9 കാർഡുകൾ അപ്രത്യക്ഷമായി. ഇനി അതിൻ്റെ തമാശയോടെ കേട്ടുള്ളൂ, അത് വി.ഡി. സതീശന് അനുകൂലമായ, മുഖ്യമന്ത്രി വി.ഡി. സതീശനെ മോശക്കാരനാക്കാത്ത അദ്ദേഹത്തിൻ്റെ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള അനുകൂല വാർത്തകളുടെ കാർഡാണ് പോയിരിക്കുന്നത്. എന്തായിരിക്കും? അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു യുക്തിയാണ്, ചിലപ്പോൾ ഇതെന്തോ ടെക്നിക്കൽ പ്രശ്നമായിരിക്കാം ഒന്ന്, അല്ലെങ്കിൽ മോദിയുമായി ബന്ധപ്പെട്ട് ജന്തർ മന്തർ സമരവുമായി ബന്ധപ്പെട്ട് ഉള്ള വലിയ പ്രശ്നം വരുമ്പോൾ പേടിച്ചിട്ട് മെറ്റ പോലെയുള്ള സംവിധാനങ്ങൾ ഇനി ഇത്തരം ഒരു കാർഡുകളും, അതായത് കേന്ദ്രം ഭരിക്കുന്നവരുടെയോ സംസ്ഥാനം ഭരിക്കുന്നവരുടെയോ അവർക്കെതിരായ ഒരു കാർഡുകളും പോകാൻ പാടില്ലെന്ന് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ച് അത് നടപ്പിലാക്കിയപ്പോൾ ചില അനോമലീസ് ഉണ്ടായി. അതുകൊണ്ട് അനുകൂലിക്കുന്ന കാർഡുകളും പോയി. മോദിയുടെ വീഡിയോ നഷ്ടപ്പെട്ടു പോയത് അങ്ങനെയാണ്. ഇങ്ങനെയൊക്കെയുള്ള ചില യുക്തികളുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം, മീഡിയ വണ്ണിൻ്റെയോ അതുപോലെയുള്ള മറ്റു ചില സ്ഥാപനങ്ങളിലോ പോയിട്ടില്ല. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. പ്രത്യക്ഷമായി സംസ്ഥാന സർക്കാരിനെതിരെ നിൽക്കുന്നു, ഏകപക്ഷീയമായ സർക്കാരിൻ്റെ നിലപാടെടുക്കുന്നു എന്ന് കോൺഗ്രസ് ആക്ഷേപിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെയാണ് ഈ അറ്റാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വീണ്ടും അടുത്ത സംശയമായി, അപ്പോൾ ഇത് മനഃപൂർവ്വം ഇവരെ ടാർഗറ്റ് ചെയ്യാനാണോ? ഇവരുടെ കാർഡുകളെല്ലാം കളയണം എന്ന് മെറ്റയ്ക്ക് ആരെങ്കിലും നിർദ്ദേശം കൊടുത്തിട്ട് മെറ്റ ഈ പുതിയ കാലത്ത് പേടിച്ചിട്ട് മോദിക്കെതിരെയും സംസ്ഥാന സർക്കാരുകൾക്കെതിരെയും അവരുടെ ഭാഗത്ത് നിർദ്ദേശം വരുന്ന പശ്ചാത്തലത്തിൽ, കേരളത്തിലാണെങ്കിൽ കേരള സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, ഡൽഹിയിലാണെങ്കിൽ ഡൽഹി സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ എന്തെങ്കിലും വന്നതുകൊണ്ട് മാറ്റുന്നതാണോ? അതിനിടയ്ക്ക് പറ്റിയ അനോമലിയാണോ? അറിയില്ല. വി ക്യാൻ ഓൺലി കീപ് ഗെസ്സിങ്. പക്ഷേ എന്തായാലും ഒരു കാര്യം അറിയാം, നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് സഹയോഗ് ആപ്പ് എന്ന ആപ്പിൽ കയറി ആർക്ക് വേണമെന്ന് പറഞ്ഞാൽ സർക്കാരുമായി ബന്ധപ്പെട്ട നോഡൽ ഓഫീസർമാർക്ക് പരാതി കൊടുത്താൽ നിമിഷങ്ങൾക്കകം പേജ് പോകും എന്നുള്ളതറിയാം. നമ്മുടെ ഫേസ്ബുക്ക് പേജ് തന്നെ ഏപ്രിൽ മാസം ഇതുപോലെ നഷ്ടപ്പെട്ടതാണ്. അന്ന് നമ്മൾ കേസ് കൊടുത്തപ്പോൾ അതുവരെ ഞങ്ങൾക്കൊന്നും പറയാനില്ല, ഇതെല്ലാം രാജ്യത്തെ നിയമം അനുസരിച്ച് ഞങ്ങൾ പാലിക്കുകയാണെന്ന് പറഞ്ഞ മെറ്റ കേസ് വന്ന് നോട്ടീസ് കിട്ടി ഹിയറിങ് വരുന്നതിൻ്റെ അന്ന് രാവിലെ നമുക്ക് ഈ പേജ് തിരിച്ചു തന്നു. അപ്പം നിയമമൊന്നും ബാധകമല്ലേ? മറ്റേ ഫ്ലെക്സിബിളായി. നമുക്കറിയില്ല, ഇതൊരു മെയ്സ്, ഒരു തരത്തിൽ നമുക്ക് മനസ്സിലാവാത്ത ഒരു രാവണൻ കോട്ടയാണ്. എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അതിനകത്ത് ആരാണ്, എന്താണ്, എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ നാട്ടിലെ ദുർഗ്രാഹ്യമായ പുതിയ നിയമം കാരണം, കേന്ദ്ര സർക്കാർ പാസ്സാക്കിയ നിയമം കാരണം
ഒരു കാരണവശാലും നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ സാധനങ്ങളെ മാറ്റിയിരിക്കുകയാണ്. മുമ്പ് IT ആക്ടിലെ സെക്ഷൻ 69 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്താണെങ്കിൽ നമുക്ക് നോട്ടീസ് തരണം. ആരാണോ സൃഷ്ടാവ് അയാൾക്ക് നോട്ടീസ് കൊടുക്കണം. ആ നോട്ടീസിൽ വാദപ്രതിവാദങ്ങളുണ്ടാകും. അതിന് ശേഷമാണ് തീരുമാനം. ഇതിപ്പോൾ ഒന്നുമില്ല. നാട്ടിലെ നിയമപ്രകാരം നിങ്ങളെ പുറത്താക്കിയിരിക്കുന്നു, നിങ്ങളുടെ പോസ്റ്റ് മുക്കിയിരിക്കുന്നു, നിങ്ങളുടെ അക്കൗണ്ട് ഞങ്ങൾ റദ്ദാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് ഒരു യുക്തിയുമില്ല. ഇത് ഉടനെയെങ്കിലും ഈ മിസ്റ്ററി തീരുമെന്നും ഞാൻ കരുതുന്നില്ല കേട്ടോ. യെസ് ദാസേബ്, ഇപ്പോൾ ഈ കാർഡുകൾ പിൻവലിക്കപ്പെട്ടു എന്ന് ആരോപിക്കപ്പെടുന്ന ചാനലുകൾ കൈക്കൊള്ളുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു വിഷയത്തെ അവർ സമീപിക്കുന്നത് മോദി സർക്കാരിനെ പോലെ VD സർക്കാർ പെരുമാറുന്നു, അത്തരത്തിൽ ഇവിടെ ഒരു മാധ്യമ വേട്ട നടക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ കൂടിയിട്ട് ആസൂത്രിതമായി ശ്രമിക്കുന്നു എന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ? ഇല്ല, അങ്ങനെ അവരങ്ങനെ ശ്രമിക്കുന്ന മാത്രമല്ല, അവരുടെ ആ നെറേറ്റീവ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ അവരെയും ആക്രമിക്കുന്നുണ്ട്. അവർ VD സതീശൻ്റെ മടിത്തട്ട് മാധ്യമങ്ങളാണെന്നൊക്കെയുള്ള വലിയ പ്രചാരണം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ പറഞ്ഞ 1-2 കാര്യങ്ങൾ വ്യക്തത വരുത്തണം. ഇപ്പം സിഗേഷ് തുടക്കത്തിൽ പറഞ്ഞ പോലെ VD സതീശനെതിരായിട്ടുള്ള വാർത്തകൾ മാത്രമല്ല റിമൂവ് ചെയ്യപ്പെട്ടു. നിർമ്മല സീതാരാമനുമായി ബന്ധപ്പെട്ട ദ ഫസ്റ്റ് ഇൻസ്റ്റൻസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നിർമ്മല സീതാരാമനുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പല വാർത്തകളും റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് VD സതീശൻ്റെ ഓഫീസ് എന്നുള്ള നിർദ്ദേശപ്രകാരമാണ് എന്നാണ് കേരളത്തിലെ ഈ ലെഫ്റ്റ് സൈബർ സ്പേസാണ് അങ്ങനെ ഒരു പ്രചാരണം നടത്തുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇത് ഈ പറയുന്ന നമ്മളത് ഏപ്രിലിൽ മീഡിയ വണ്ണിൻ്റെ പേജ് റിമൂവ് ചെയ്യപ്പെട്ടു. ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വാർത്താ കാർഡുകൾ റിമൂവ് ചെയ്യപ്പെട്ടതാണ്. മീഡിയ വണ്ണിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതല്ല, നമ്മുടെ പ്ലാറ്റ്ഫോം തന്നെ ആക്സസ് ഡിനൈഡ് ആണ്. ആക്സസ് ഡിനൈഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമുക്ക് പോസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും, പുറത്തുനിന്ന് ഗൾഫിലുള്ള ആളുകൾക്കൊക്കെ കാണാൻ പറ്റും, ഇന്ത്യയിൽ കാണാൻ പറ്റില്ല. ഏപ്രിൽ ശ്രദ്ധിക്കണം, ഇലക്ഷൻ പീക്കുള്ള സമയത്താണ്. ആ സമയത്താണ് നമ്മുടെ പേജ് നമ്മുടെ 7 മില്യൺ അല്ലേ ഇപ്പോൾ ഉള്ളത്? യൂട്യൂബാണ്. യൂട്യൂബിൽ ഏതാണ്ട് അത്ര തന്നെ ഫേസ്ബുക്കിലുണ്ട്. അത്രയും സബ്സ്ക്രൈബേഴ്സുള്ള നമ്മുടെ പേജ് റിമൂവ് ചെയ്യപ്പെടുകയാണ്. കേരളത്തിൽ മാധ്യമ സ്വാതന്ത്ര്യവാദികൾ ആരും ഒന്നും ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല കേട്ടോ. ഒരാളും അതേക്കുറിച്ച് ഒരു അക്ഷരം. 3.8 മില്യൺ. ഓക്കെ. അപ്പോൾ അതിനകത്ത് അന്ന് നമ്മൾക്ക് ഇവർ തന്നിട്ടുള്ള അവരുടെ നോട്ടീസല്ല, അവരുടെ പോപ്പപ്പ് ഉണ്ടല്ലോ, അതിനകത്ത് അവർ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണം. ദിസ് ഹാപ്പൻ ബിക്കോസ് ഓഫ് ലോക്കൽ ലീഗൽ റിക്വയർമെൻറ്റ് ഓർ ഗവൺമെൻറ് റിക്വസ്റ്റ്. ഇത് വളരെ ശ്രദ്ധയോടുകൂടി ഇത് കേൾക്കണം. ദിസ് ഹാപ്പൻ ബിക്കോസ് ഓഫ് എ ലോക്കൽ ലീഗൽ റിക്വയർമെൻറ്റ് ഓർ ഗവൺമെൻറ് റിക്വസ്റ്റ്. എന്താണെന്ന് അവർ പറയുന്നില്ല. പക്ഷേ ലോക്കൽ ലീഗൽ റിക്വയർമെൻറ്റ്, ഗവൺമെൻറ് റിക്വസ്റ്റ്, ഇത് ഇങ്ങനെ 2 ടേം അവർക്കുണ്ട്. അതെന്തായിരിക്കും? അപ്പോൾ ലോക്കൽ ലീഗൽ റിക്വയർമെൻറ്റോട് ഞാൻ വിചാരിക്കുന്നത് ഇവർ ബൈ വോളണ്ടറിലി ഇവരെ എടുത്തിട്ടുള്ള ഇവരുടെ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളുണ്ട്. അതാത് ലോക്കൽ എന്ന് പറയുമ്പോൾ ലോക്കൽ എന്ന് വെച്ചാൽ കേരളമല്ല ഉദ്ദേശിക്കുന്നത്, മറ്റേ സമയം ലോക്കൽ എന്ന് പറയുമ്പോൾ ഇന്ത്യയാണ്. അപ്പോൾ ഇവിടുത്തെ ലീഗൽ റിക്വയർമെൻറ്റ്സ് വെച്ചിട്ട് അവർ ചില സെറ്റ് സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടുണ്ടാകും. അത് ഓട്ടോമാറ്റിക്കലായിട്ട് സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് ഇത് റിമൂവ് ചെയ്യപ്പെട്ടതാകാം. അല്ലെങ്കിൽ അടുത്തത് ഓർ ഗവൺമെൻറ് റിക്വസ്റ്റ്, ഒരു ഡയറക്റ്റ് റിക്വസ്റ്റ് കൺസേൺഡ് അതോറിറ്റിയിൽ നിന്ന്, ഈ നോഡൽ ഓഫീസറിനോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ സെൻട്രൽ ഗവൺമെൻറ് നടന്നോ വരുന്നേക്കാം. ഈ 2 സാധ്യതകളാണുള്ളതെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. പക്ഷേ ഈ 2 സാധ്യതകൾ ഏതാണ് നമ്മുടെ കാര്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്? ലോക്കൽ ലീഗൽ റിക്വയർമെൻ്റ് ആണോ അതല്ല ഗവൺമെൻറ് റിക്വസ്റ്റ് ആണോ എന്ന് നമ്മളോട് ഇവന്മാർ പറഞ്ഞില്ല. നമ്മൾ ഇരുട്ടിലായിരുന്നു. നമ്മുടെ പേജ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ഇവരൊരു ഫേസ്ബുക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെന്താ പറയുക, ഞങ്ങളുടെ ട്രാൻസ്പെറൻസി സെൻറ്ററിൽ നിങ്ങൾ ഇത് കൊടുത്തേക്കൂ, മൾട്ടിപ്പിൾ റിക്വസ്റ്റുകൾ നമ്മൾ അയക്കുന്നു. പക്ഷേ ഡിഫോൾട്ട് മറുപടികൾ മാത്രം ലഭിക്കുന്നു, പ്രത്യേകിച്ചൊരു കാര്യമില്ല. ദെൻ വി മൂവ് ടു ഹൈക്കോർട്ട് നമ്മൾ ഹർജി ഫയൽ ചെയ്യുന്നു. കേസ് എടുക്കേണ്ടതെന്ന് സാധനം വന്നിരിക്കുന്നു. എന്തിനാ എടുത്തു കളഞ്ഞ് അറിയില്ല, എന്തിനാ തന്നത് അതും അറിയില്ല. അപ്പോൾ ഹൈക്കോർട്ടിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും വാദം ഒരു അവരവരുടെ കാര്യം. നമ്മൾ എതിർകക്ഷിയായി മറ്റെയാണ് വെച്ചിരുന്നത്, പ്രധാന എതിർകക്ഷിയായിട്ട് വേറെ എനിക്ക് തോന്നുന്നു കേരള ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് എതിർകക്ഷിയാണെന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്, ഉറപ്പില്ല. മറ്റേത് നമ്മുടെ പ്രധാന എതിർകക്ഷി എന്ന് പറയുന്നത്. പക്ഷേ കേസ് ഹിയറിങ്ങിന് വരുന്നതിന് മുമ്പ് സാധനം തിരിച്ചു കിട്ടുന്നു. ഇതിൽ കുറേ അധികം പ്രശ്നങ്ങളാണ്. ഒന്ന് എന്താണ് ഇവരുടെ ഈ മോഡസ് ഓപ്പറാൻഡി എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയില്ല. ഈ ലോക്കൽ ലീഗൽ റിക്വയർമെൻറ്റും ഗവൺമെൻറ് റിക്വസ്റ്റും ഇതെന്താണ്?
ഇത് തന്നെ ഇപ്പോൾ ഒരു ഗവൺമെൻറ് റിക്വസ്റ്റ് ആണെങ്കിൽ അത് നമ്മളൊരു പബ്ലിഷറാണല്ലോ, നമ്മളൊരു പാർട്ട്ണറാണല്ലോ ഫേസ്ബുക്കിൻ്റെ, അതെന്താണെന്ന് അറിയാനുള്ള നമുക്ക് അവകാശമില്ലേ? ആവശ്യം നമുക്കൊന്നും കിട്ടുന്നില്ല. അല്ലെങ്കിൽ ലോക്കൽ ലീഗൽ ഇതിനെ നമ്മൾ വയലേറ്റ് ചെയ്താണ്, വയലേറ്റ് ചെയ്ത് എന്താണെന്ന് നമ്മൾ അറിയണ്ടേ, എന്നാലും നമുക്കത് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു കാര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത് സംഭവിച്ചു. നമ്മൾ കോടതിയിൽ പോയി. ഇവിടെ ഈ പറയുന്ന മാധ്യമ സ്വാതന്ത്ര്യവാദികളൊന്നും ഒന്നൊരക്ഷരം മിണ്ടിയില്ല. ഇനി ഇപ്പോൾ റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട് അവരുടെ കാർഡുകൾ റിമൂവ് ചെയ്യുമ്പോൾ അവർക്ക് വന്നിട്ടുള്ള ഈ ഫേസ്ബുക്കിൻ്റെ നോട്ടിഫിക്കേഷനിൽ പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. വി റെസ്ട്രിക്റ്റഡ് ആക്സസ് ടു ദിസ് കണ്ടൻറ്റ്, ടു ദിസ് മീൻസ് ദ റിമൂവ്ഡ് കാർഡ്, ടു ദിസ് കണ്ടൻറ്റ് ത്രൂ an automated system implemented pursuant to legal requirements under India's IT Act. എന്ന് പറഞ്ഞാൽ എന്താ? ഇതെന്ന് ഒരാളെന്താ മനസ്സിലായി, ഇതൊരു ഗവൺമെൻറ് ഓഫീസിൽ നിന്ന് കൊടുത്ത നിർദ്ദേശമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം ഗവൺമെൻറ് ഓഫീസിൽ നിന്ന് കൊടുത്ത നിർദ്ദേശത്തെക്കുറിച്ച് ഇവർ ഉപയോഗിക്കുന്ന വാക്ക് ഗവൺമെൻറ് റിക്വസ്റ്റ് തന്നെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഇതിനകത്ത് ഇംപ്ലിമെൻറ്റഡ് പേഴ്സുവൻറ്റ് ടു ലീഗൽ റിക്വയർമെൻറ്റ്സ് ആണ്. അത് ഒരു പക്ഷേ ഗവൺമെൻറ് പറഞ്ഞതാകാം, അതല്ലെങ്കിൽ ഇവർ തന്നെ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ്സ് ആകാം. ഇവിടുത്തെ ഈ IT റോൾ വെച്ചിട്ട് ഇവർ സെറ്റ് ചെയ്തേക്കാം, ഗോഡ് നോസ്. പക്ഷെ അവർ പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് ഇത് തന്നെയാണ് രണ്ടാമത്തെ കാർഡ് നിൽക്കുമ്പോൾ അതിന് വി റെസ്ട്രിക്റ്റ് ആക്സസ് ടു ദിസ് കോണ്ടന്റ് ത്രൂ എൻ ഓട്ടോമേറ്റഡ് സിസ്റ്റം. ഓക്കെ ഫൈൻ, അതേ വാചകം തന്നെ. ഒരു ഓട്ടോമാറ്റഡ് സിസ്റ്റത്തിലൂടെയാണ് ഇത് വർക്ക് ചെയ്തിരിക്കുന്നതെന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഇന്ന് മെറ്റക്ക് പോലീസ്, കേരളത്തിലെ സൈബർ ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് തോന്നുന്നു, അവർ മെറ്റക്ക് ഇതിൽ എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരണം ചോദിച്ച് കത്തയക്കുന്നു. മെറ്റയുടെ ഭാഗത്ത് മറുപടി വന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനല്ല, പോലീസിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള വാർത്തകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ മെറ്റ പറയും ഞങ്ങൾക്ക് തെറ്റുപറ്റിയാണ്, ഞങ്ങളുടെ ഒരു AI മെക്കാനിസത്തിനകത്ത് പറ്റിയിട്ടുള്ള ഒരു തെറ്റാണ്. പക്ഷേ എഗൻ ഓട്ടോമേറ്റഡ് ആണെന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മെറ്റ പറഞ്ഞു എന്നാണ് പോലീസ് സോഴ്സുകൾ ഒന്ന് ഉദ്ധരിച്ച് വരുന്ന വാർത്തകൾ. ഓക്കെ, അങ്ങനെ മെറ്റ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് മെറ്റ അങ്ങനെ ഒരു റിപ്ലൈ കേരള പോലീസിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേരള പോലീസ് അത് പബ്ലിഷ് ചെയ്യണം. കാരണം ഇതിൽ ക്ലാരിറ്റി വരണം, എന്താണ് ഇത് സംഭവിച്ചാലും ക്ലാരിറ്റി വരണം. അപ്പം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാചകം ഓട്ടോമാറ്റഡ് ഇംപ്ലിമെൻറ്റേഷൻ ആണ് എന്നുള്ള, ഓട്ടോമാറ്റഡ് സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ആണ് എന്നാണ് ഇതിൽ പറയുന്നത്. പോലീസ് ഞങ്ങൾക്ക് കിട്ടിയ മറുപടി ആയിട്ട് പറയുന്നത് ഇത് സെയിം ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സാധ്യത തന്നെയാണ് കൂടുതൽ. എന്തോ ആകട്ടെ, ഇതൊക്കെ ഇത്രയാണ് സംഭവിച്ചത്. പക്ഷേ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോഴേക്ക് കുറേ ആളുകൾ റിമൂവ് ചെയ്യപ്പെട്ടു. അത് VD സതീശൻ പറഞ്ഞിട്ടാണ് റിമൂവ് ചെയ്തതെന്നുള്ളതാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഉത്തരവാദിത്ത നേതാക്കളും അവരുടെ സൈബർ ഹാൻഡിൽ വ്യാപകമായി പ്രചരിപ്പിച്ചത്. അവർക്ക് അങ്ങനെ പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ അത് നമ്മളും പറയണം. ഇത് VD സതീശൻ പറഞ്ഞിട്ട് റിമൂവ് ചെയ്തതാണ്, അത് ഞങ്ങൾ തീരുമാനിച്ചു, അത് തന്നെ നിങ്ങളും പറയണം. അത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കുഴപ്പമാണ്. നിങ്ങൾ സതീശൻ്റെ ലാപ്ടോപ്പ് ഗോഡി മീഡിയയാണ്, അതാണ് നിങ്ങൾ നിലക്ക് നിർത്തി എന്ത് മാധ്യമ പ്രവർത്തനമാണ്. ഇത് മാധ്യമ പ്രവർത്തനത്തിൻ്റെ സംഗതികളൊക്കെ വെച്ചിട്ട് സ്റ്റഡി ക്ലാസ് ആയിട്ട് വരികയാണ് വലിയ വലിയ സഹിതാധികന്മാർ. ആ പണി കക്ഷത്ത് വെച്ചാൽ മതി എന്നുള്ളതാണ്. ഇത് VD സതീശൻ്റെ ആഫീസ് എന്നുള്ള നിർദ്ദേശം അനുസരിച്ചാണ് ഇത് റിമൂവ് ചെയ്തത് എന്ന് ഇവർ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? വസ്തുനിഷ്ഠതയെക്കുറിച്ചാണോ സംസാരിക്കുന്നത്? ഒരു പക്ഷേ ആയിരിക്കാം, അല്ലായിരിക്കും. VD സതീശൻ പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് പരാതി കൊടുക്കാം ഞാനുണ്ട് നിങ്ങളുടെ കൂടെ, അദ്ദേഹം അങ്ങനെ പറയുന്നു. പക്ഷേ ഇവർ ഇത് പറയുന്നത് VD സതീശൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ VD സതീശൻ പറഞ്ഞിട്ടാണ് എന്ന് ഞങ്ങൾ പറഞ്ഞാൽ അത് തന്നെ നിങ്ങളും പറഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഇവരുടെ മാധ്യമ പഠന ക്ലാസ് എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, VD സതീശൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ പിടിയിലായി. ഒരു മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പബ്ലിക് ഓഫീസല്ലേ? അത് ആരാണ്? അതിന് കൃത്യമായ രേഖകളുണ്ടാവും. പബ്ലിക് നമ്മുടെ എക്സ്ചെക്കറിന് പൈസ പോകുന്ന അയാൾക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഈ റിമൂവ് ചെയ്യപ്പെട്ടൊരു കാർഡ്, റിപ്പോർട്ടർ ടിവിയുടെ റിമൂവ് ചെയ്യപ്പെട്ട കാർഡിൽ പറയുന്നത് ലഹരി കേസിൽ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ പിടിയിൽ നിന്നാണ് അതിൻ്റെ ഹെഡിങ്. അപ്പോൾ ഇങ്ങനെ ഇതും ഈ പറയുന്ന ഒബ്ജക്റ്റിവിറ്റി, വസ്തുനിഷ്ഠതയും നമ്മളെ ബന്ധം എന്താണ്? മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് പറയുമ്പോൾ അതൊരു പബ്ലിക് ഓഫീസാണ് അല്ലേ? ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ച് പോറ്റുന്ന ഒരു ഓഫീസാണ്. അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഉണ്ടോ? ഉണ്ടെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം എല്ലാവർക്കും അത് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കുമല്ലോ, മുഖ്യമന്ത്രിയുടെ CMIയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കുമല്ലോ, ആണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഉണ്ടോ? മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ പിടിയിൽ എന്ന് വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ അടിസ്ഥാനം എന്താ? ഇതിന് അങ്ങനെ വാർത്ത കൊടുക്കാത്ത, അതേ തലക്കെട്ട് കൊടുക്കാത്ത ആളുകൾ അവർ എന്താണ്? ഗോദി മീഡിയയാണ്. അത് പ്രശ്നമാണ്. എന്നിട്ട് വലിയ വലിയ മാധ്യമ പഠനത്തിൻ്റെ സിദ്ധാന്തങ്ങളുമായിട്ട് ക്ലാസ് എടുക്കാൻ വരികയാണ്. ഫാക്ട് ചെക്കിൻ്റെ ഉസ്താദുമാരാണ് പല ആളുകൾ ഇതിനകത്ത്. ഈ ഫാക്ട് ചെക്കിൻ്റെ ഉസ്താദുമാരായിട്ടുള്ള ആളുകളോട് ചോദിക്കുകയാണ്,
മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ പിടിയിൽ എന്ന് പറയുന്നതിൽ ഫാക്റ്റ് എന്താണ്? എവിടെയാണ് അങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് നടന്നിട്ടുണ്ടോ? മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഒരു പബ്ലിക് ഓഫീസാണ്. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററിന് ദാറ്റ്സ് അഗൈൻ ഒരു പബ്ലിക് ഓഫീസ്. ഈസ് ദർ സച്ച് ആൻ ഓഫീസ് ഹിയർ? എങ്കിൽ എപ്പോഴാണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്? അപ്പോയിൻമെൻറ്റ് ലെറ്റർ എവിടെ? എത്രയാണ് അങ്ങനെ ശമ്പളം? ഇതൊക്കെ വേണ്ടേ? അപ്പം ഞങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് വാർത്തകൾ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ മാധ്യമ പഠന ക്ലാസ്സിൽ ഇരുത്തിക്കളയും എന്ന് പറയുന്ന ഏർപ്പാടുണ്ടല്ലോ, അത് നടക്കില്ല. അതിങ്ങനെ നടക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു, ഒരു ഇൻ്റലക്ച്വൽ എലിറ്റിസം, അതായത് ഇൻ്റലക്ച്വൽ ഫ്യൂഡലിസം. ഇടതു ബുദ്ധിജീവികളുടെ ഇൻ്റലക്ച്വൽ ഫ്യൂഡലിസം വാണ ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലമൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ എന്താണ് ജ്ഞാനാധികാരത്തിൻ്റെ അഹന്തയുമായി നടന്നിട്ട് നാട്ടുകാരെ മുഴുവൻ മാധ്യമ പഠനത്തെ ക്ലാസ്സിൽ ഇരുത്തിക്കുന്ന ആ ഏർപ്പാട് നിർത്തണം. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ കാർഡുകൾ റിമൂവ് ചെയ്ത് നിങ്ങൾക്ക് വിമർശനം ഉന്നയിക്കാം. പക്ഷെ അത് തന്നെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കണം. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററാണ് പിടിയിലായിരിക്കുന്നത് എന്ന് എല്ലാവരും പറഞ്ഞിരിക്കണം എന്ന് വാശി പിടിക്കരുത്. അപ്പോൾ ഈ പ്ലേ ബുക്ക് ഉണ്ടല്ലോ, ഇടതുപക്ഷം കൊണ്ടു നടക്കുന്ന ഈ പ്ലേ ബുക്ക് അത് മാറ്റിപ്പിടിക്കേണ്ട സമയമായി. ഇപ്പോൾ ഇന്നലെ ഇവരുടെ ഒരു ലാൽ സലാം എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ ഹാൻഡിലാണ് വി.എസ്. അച്യുതാനന്ദനാണ് അതിൻ്റെ DPI വെച്ചിരിക്കുന്നത്. അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്, എൻ്റെ പടം വെച്ചിട്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. പിന്നെ കുറേയധികം ഉണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കഥയൊക്കെ പറയുന്നത് നാസി സൈനികരുടെ ഇടയിൽ MDMA വിതരണം ചെയ്യാൻ സ്റ്റാലിൻ ഭരണകൂടം ശ്രമിച്ചു. കേരളത്തിലെ പ്രശ്നം MDMAയോ ഭരിക്കുന്നവരോ അല്ല. ഇത് എന്തിനോടുള്ള റെസ്പോണ്ടാണെന്ന് അറിയോ? ഈ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ പിടിയിൽ എന്ന വാർത്ത അങ്ങനെ നമ്മൾ തലക്കെട്ട് കൊടുത്തില്ല. ഇതാണ് പ്രശ്നം. അപ്പോൾ കേരളത്തിലെ പ്രശ്നം MDMAയോ ഭരിക്കുന്നവരോ അല്ല. വി.എസ്. അച്യുതാനന്ദൻ്റെ DP വെച്ച ലാൽ സലാം എന്ന പേരുള്ള ഫേസ്ബുക്ക് പേജാണ്. കേരളത്തിലെ പ്രശ്നം MDMAയോ ഭരിക്കുന്നവരോ അല്ല. പിടിയിലായ പ്രതിയുടെ മുസ്ലിം പേരാണ്. റെയ്ഡിലുണ്ടായിരുന്ന പോലീസുകാരുടെ പേരുകൾ നോക്കൂ, അപ്പോൾ കാര്യം പിടികിട്ടും. സി ദാവൂദ്, മീഡിയ വൺ ചീഫ് എഡിറ്റർ. ഇതെന്താ പരിപാടി? ഇത് കാഫിർ സ്ക്രീൻഷോട്ട് റീലോഡാണ്. വർഗീയതയാണ്, ശുദ്ധമായ വർഗീയതയാണ്. ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പം ഈ ചങ്ങായിയെ പിടിച്ചത് ഏതോ ഒരാളെ MDMA അവനെ പിടിച്ചത് അവൻ മുസ്ലിം ആയതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. അവനെ പിടിച്ച പോലീസുകാർ അവരുടെ പേര് നോക്കുക, അപ്പോൾ കൃത്യം മനസ്സിലാവും. ഇങ്ങനെയാണ് മീഡിയ വൺ പ്രചരിപ്പിക്കുന്നത് എന്ന് പ്രചരിപ്പിക്കുകയാണ്. നമുക്ക് ഈ വൃത്തികെട്ട ഈ പ്രചാരണം നടത്തിയിട്ടാണ് കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പിൽ അടിപടലം തോറ്റ് തുന്നം പാടിയെന്ന് മനസ്സിലാക്കണം. അതേ പ്ലേ ബുക്ക് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ലെഫ്റ്റ് സൈബർ ഹാൻഡിലുകളും അവരുടെ ഘടാഘടിയൻ ബുദ്ധിജീവികളും. വർഗീയത സൃഷ്ടിക്കുക, കുടിലമായ വർഗീയത പറയുക, നാട്ടുകാരുടെ മുമ്പിൽ ഈ പറയുന്ന ഇൻ്റലക്ച്വൽ ഫ്യൂഡലിസത്തിൻ്റെ പഴയ തഴമ്പുകൾ വെച്ച് പെരുമാറുക. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. വസ്തുതകളായി പറയണം. അത് വി.ഡി. സതീശനെ ചൂണ്ടി അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചൂണ്ടി പേടിപ്പിച്ച് കളയാം എന്നൊരൊറ്റ ആളും വിചാരിക്കേണ്ടതില്ല. വസ്തുതയായി നിലനിൽക്കും. വി.ഡി. സതീശൻ റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വസ്തുതയാണെങ്കിൽ അത് വാർത്തയാണ്, ആ വാർത്ത നമ്മൾ ചെയ്യും. അതായത് വി.ഡി. സതീശൻ പറഞ്ഞിട്ടാണ് റിമൂവ് ചെയ്തതെന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്, അതുതന്നെയായിരിക്കണം നിങ്ങളുടെ നിലപാട് എന്നും പറഞ്ഞ് മാധ്യമ പഠന ക്ലാസ്സുമായിട്ട് ഒരു മഹാനും ഒരു മഹതിയും ഈ വഴിക്ക് വന്നേക്കേണ്ട എന്നാണ്. യെസ്, എന്തായാലും ഇപ്പോൾ അത്തരത്തിലുള്ള കാർഡുകൾ പുനഃസ്ഥാപിച്ചു കൊടുത്തിട്ടുണ്ട്. റിപ്പോർട്ടർ അത്തരം കാർഡുകൾ തിരികെ വന്ന കാര്യം അവരും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം പ്രതിപക്ഷം വീണ്ടും ആവർത്തിക്കുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടെന്ന്. അത്തരത്തിലുള്ള ഒരു ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നോ ഉണ്ടായി എന്ന തരത്തിലുള്ള സ്ഥിരീകരണം ലഭിക്കുകയാണെങ്കിൽ അത് ഒട്ടും ശരിയായ പ്രവണതയല്ല. അതൊരു മാധ്യമപ്രവർത്തകനെതിരെ ഇത്തരത്തിൽ കടക്കിൽ കത്തിവെക്കുന്ന അത്തരം പ്രവർത്തനങ്ങൾ ഒരു സർക്കാരിന് ഭൂഷണവുമല്ല. അതാണ് ഇതിൽ പറയാനുള്ളത്.